പ്രീമിയം ലുക്കിൽ നിൽക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ്. ഫുള്ളി നമുക്കൊരു കത്താൻ സിൽക്കിൽ ബനാറസിയുടെ വീവിങ്ങുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മാരേജിനൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിന് ആൻഡ് കസിൻസിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ 3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന 7 ഷെയ്ഡാണ്. നമുക്ക് ഫുള്ളി ഒരു സിൽവർ ജെറിയുടെ വീവിങ് പാറ്റേൺ ആണ്. ബോർഡറിങ് ആണെങ്കിലും അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും കുറച്ചും കൂടെ ഒന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡറിങ് ഡീറ്റെയിലാണ്. അതിൽ ഫുള്ളി നമുക്ക് സിൽവർ ജെറിയുടെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ത്രൂ ഔട്ട് ദ ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് തന്നെ ഒരു ഫ്ലോറൽ ജെറിയിലും സിൽവർ ജെറിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് പല്ലുവാണ് വരുന്നത്. പല്ലൂര് ഫുള്ളി ബ്രൊക്കേഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെപ്പറേറ്റിലാണ് നമ്മൾ ടാസിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം ഒരു ലൈറ്റ് ഡാർക്ക് ടോണാണ് ഷെയ്ഡ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നോർമലി നമ്മൾ ബനാറസിൽ എപ്പോഴും ഗോൾഡൻ സെറിയുടെ ഒരു വീവിങ് പാറ്റേൺ അല്ലേ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ഈ സിൽവർ സെറിയുടെ ഒരു വീവിങ് പാറ്റേൺ തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് സാരീസ് കാണുമ്പോൾ തന്നെ സാരീസ് ഉടുക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉടുത്തെടുക്കാൻ പറ്റുന്നതും കൂടെയാണ്. കാരണം അത്രയ്ക്ക് നമുക്ക് ഫ്ലോയിയായിട്ട് ഒഴുകി കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലും കൂടെയാണ്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ആൻഡ് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. ഷോർട്ട് പല്ലുവാണ്. സെപ്പറേറ്റ് ആണ് നമ്മൾ ടാസിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൽ നമുക്ക് ആ ഒരു സെയിം ബോർഡറിങ് ഡീറ്റെയിലിംഗ് തന്നെ ബ്ലൗസ് പീസിലും വരുന്നുണ്ട്. ഫുള്ളി ഒരു ഫ്ലോറിൻ്റെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്ന ഷെയ്ഡ്സും കൂടിയാണ്. മാരേജിനൊക്കെ ആണെങ്കിലും ഒരുപോലെ സാരീസൊക്കെ നോക്കുന്നവർക്കാണെങ്കിലും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആൻഡ് വേണമെങ്കിൽ നമുക്കൊരു കോൺട്രാസ്റ്റും ഇട്ട് പെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക്. കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് അപ്പർ പോർഷനിലും ആ ലോവർ പോർഷനിലും സെയിം ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. കുറച്ചും കൂടെ ബ്രോഡായിട്ട് നിൽക്കുന്നതാണ്. ആൻഡ് ഇതാണ് എൻ്റെ പല്ല് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ കോഡ് വരുന്നത് DVS 166, പ്രൈസ് റേഞ്ച് 5399 ആണ് കേട്ടോ. ആ ഒരു റേഞ്ചിന് എന്തായാലും നല്ല വൃത്തിയായിട്ടുള്ളൊരു സാരിയും കൂടെയാണ്. ആൻഡ് 1 ലെയർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നതിനേക്കാളും 1 ലെയർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു റിച്ച്നെസ് ലുക്ക് എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് DVS 166 എന്ന കോഡിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്കിരോ www.aham.store. ചന്തേരി ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷനാണ്. നമുക്കിപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് വെയർ ആയിട്ടായാലും ഡെയിലി വെയർ ആയാലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു 4 കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡാണ്. ബോഡിയിൽ നമുക്ക് ഫുള്ളായിട്ട് ഒരു ജാംദാനിയുടെ ഒരു വീവിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനാണ് കുറച്ചുകൂടെ ഒന്ന് റിച്ചായിട്ട് നിൽക്കുന്നൊരു ജാംദാനി വീവിങ് സ്റ്റൈൽ. ഒരു ബ്രൊക്കേഡിലാണ് പല്ലുവിൻ്റെ പോർഷനിൽ വീവിങ് സ്റ്റൈൽ വന്നിട്ടുള്ളത്. ആൻഡ് അപ്പറിലും ലോവറിലും ഒരു ചെറിയൊരു ബോർഡർ ഡീറ്റെയിലിങ്ങിൽ വീവിങ് സ്റ്റൈൽ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് ഒരു വർക്ക് വെയർ ആയിട്ടൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഒരു പ്ലീറ്റ് ഉടുത്തിട്ട് പോകുമ്പം നല്ലതായിട്ടൊന്ന് ഒതുങ്ങി കിടക്കുന്നൊരു സാരിയാണ് കേട്ടോ. എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാണ്. നോർമലി സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ജാംദാനി വീവിങ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. പക്ഷേ ഈ ഇതിൽ നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ടൊരു ജാംദാനി വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് സോളിഡിൽ തന്നെ. ആൻഡ് ബോർഡറിൽ നമുക്കൊരു സ്ലീവ്സിൻ്റെ ബോർഡറിൽ ഒരു വീവിങ് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. ക്യാരി ചെയ്യാനും ഭയങ്കര ഈസി ടു ക്യാരി ആണ്. പല്ലു ഇതിലും സോളിഡിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പെയർ ചെയ്തിടണമെങ്കിലും അതും കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ആൻഡ് നല്ലപോലെ ഒതുങ്ങി കിടക്കും.
വർക്ക് വെയർ ആയാലും ഓഫീസ് വെയർ ആയാലും നമുക്ക് ഈസി ടു ക്യാരി ആണ്. ആൻഡ് പല്ലു ബ്ലൗസ് പീസ് വരുന്നത് സെയിം ആയിട്ട് തന്നെ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് GMS 169 എന്ന കോഡിൽ 1699 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കാഷ്വൽ കളക്ഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.com. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫാക്ടർ അജ്രക്, പിന്നെ ഹാൻഡ് പെയിന്റഡ് ലുക്ക്, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ കുറച്ചധികം കളേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പാറ്റേൺസിന് ഓരോരോ വേരിയേഷൻ, എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺസിനകത്ത് വന്നേക്കുന്ന കളക്ഷൻ ആണ്. ആൻഡ് അതിന്റെ കൂടെ നമുക്ക് ഒരു ഹക്കോബ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. സോളിഡ് കോട്ടൺ ആണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ ഒരു ദുഃഖ ആ ഒരു ബ്രഷ് പെയിന്റഡ് ഫീലിൽ കൊടുത്തിട്ടാണ് അതിന്റെ എംബ്രോയിഡറിയുടെ ടോപ്പിലായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു പെയിന്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ബ്രഷ് സ്ട്രോക്ക് വെച്ചിട്ട് തന്നെയാണ് അതിന്റെ ആ ഒരു എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നല്ലൊരു ക്ലാസിക് ലുക്കാണ്. പക്ഷെ എന്നാലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണോ, നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു സാധാരണ നമ്മൾക്ക് ഒരുപാട് അജ്രക്സ് കാണാറുണ്ട്. അത് നമുക്ക് ഒരു എന്താ പറയുക, ബ്രേക്കിംഗ് ദ പാറ്റേൺ ലിറ്റിൽ അതിനകത്ത് ആ ഒരു ഹാൻഡ് പെയിന്റഡ് ലുക്ക്, ആ ഒരു ബ്രഷ് സ്ട്രോക്ക് കാണുമ്പോൾ ഭയങ്കര കാഷ്വൽ ആയിട്ട് പെട്ടെന്ന് ചെയ്തു പോകുന്ന ഒരു ലുക്കാണ്. ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാനും. നമ്മുടെ ഡോണമാവ് ചെയ്യും പുള്ളിക്കാരിയും. അത് പക്ഷെ ഈ ഒരു സ്റ്റൈലല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽ, എന്നാലും നല്ല ക്വിക്കായിട്ട് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഇതാണ് എന്റെ ബ്ലാക്ക് ലുക്ക് വരുന്നത്. അതിന്റെ സെയിം ഡീറ്റെയിലിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഇത് ആക്ച്വലി അജ്രക് അല്ല, ഇത് അജ്രക്കിന്റെ ലുക്ക് നമ്മൾ സ്ക്രീൻ ഫ്രണ്ട് ചെയ്തേക്കുന്നതാണ്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന സോളിഡ് കോട്ടൺ ബോട്ടം. അതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. അപ്പൊ ഓരോ ഷെയ്ഡിനനുസരിച്ച്, ബേസ് കളറിനനുസരിച്ചിട്ട് ആ ഒരു പെയിന്റഡ് ലുക്കിനും കൂടെ വേരിയേഷൻ വന്നിട്ടുണ്ട്. ആണല്ലേ. We have ഒരു ബ്രൗൺ, കോഫി ബ്രൗൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. സെയിം ലുക്ക് തന്നെ. ആൻഡ് 1359 റേഞ്ചിൽ വന്നിരിക്കുന്ന കോട്ടൺ സെറ്റ് ആണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ ക്യാരി ചെയ്യാൻ എളുപ്പം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മസ്ലിൻ പോലത്തെ കോട്ടൺ മസ്ലിൻ എന്ന് പറഞ്ഞ വേറെ ഫാബ്രിക്കാണ്. നമ്മുടെ സോഫ്റ്റ് സിൽക്കി മസ്ലിൻ അല്ല. അപ്പൊ അതിന്റെ ഒരു ഫീൽ അത്രയും ലൈറ്റ് ആയിട്ട്, വോയിലിനെക്കാട്ടിലൊക്കെ ലൈറ്റ് ആണ്, അത്രയും ഇതായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലില് ഹക്കോബ ചെയ്തേക്കുന്ന ഒരു ലുക്കാണ്. മെറൂൺ എന്ന് പറയുമ്പോ ഒരു ബ്രിക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നതിനകത്ത് ചെറിയൊരു പ്രിന്റ് വേരിയേഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം പ്രിന്റ് അല്ല, ബ്ലൂ ടോണിനകത്ത് വന്നിരിക്കുന്നത്. ബാക്കി ആ ഒരു പെയിന്റഡ് ലുക്കിനും ഒക്കെ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഡിസൈൻ, പക്ഷെ സെയിം പാറ്റേണിന്റെ അകത്ത് തന്നെയാണത് ചെയ്തിരിക്കുന്നത്. സോ വെരി കംഫർട്ടബിൾ കോട്ടൺ സെറ്റ്സ് ഫോർ എവറിഡേ വെയർ. ഇതിനകത്ത് നമുക്ക് ലൈനിങ് ഇല്ലാണ്ടും സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഒരു എക്സ്ട്രാ ഇപ്പൊ എപ്പോഴും ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ പറയാറുണ്ട്, കോട്ടൺ ലൈനിങ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡ്യൂറബിൾ ആവും. മെറ്റീരിയൽ കുറച്ചും കൂടി സ്റ്റിച്ച് ലൈൻസിന്റെ അവിടെയൊക്കെ ഒന്ന് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവുന്നത് കൊണ്ട് മേ ബി യു ക്യാൻ ഗോ ഫോർ എ ലൈനിങ്. പക്ഷെ വിതൗട്ട് ലൈനിങ് ആണ് കുറച്ചും കൂടി കംഫർട്ട് എനിക്ക്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.